വെൽക്കം ടു സ്മാർട്ട് ഇന്ത്യ പ്രോപ്പർട്ടീസ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സർപ്പക്കാവിനെ പറ്റിയും യക്ഷി പ്രേതം ഇതിനെപ്പറ്റിയൊക്കെയുള്ള മിത്തിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് എനിക്കുള്ള അനുഭവങ്ങളും, അതായത് എൻ്റെ അടുത്ത് ചില ക്ലയൻസ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതും പിന്നീട് ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങി നടന്നപ്പോഴുള്ള പല അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചെന്ന് ചാടുമ്പോൾ ഒരു വയസ്സായിട്ട് ഒരു ഡിസിഷനിൽ എത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻസിഡൻ്റൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ വളരെ വർഷക്കാലം ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് ഒരു 1.5 ഏക്കറോളം ലാൻഡ് വാങ്ങിച്ചു. അതവർക്ക് വീട് വെക്കാനും ലാഭം കിട്ടിയാൽ കുറച്ച് ഭാഗം പ്ലോട്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. സോ അങ്ങനെ അവിടെ അതെല്ലാം പ്ലോട്ടെല്ലാം നിരപ്പാക്കി. പ്ലോട്ടിൽ അപ്പം ചെറിയ കാടൊക്കെ ഉണ്ടായിരുന്നു. കാടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലപ്പോൾ ഈ നമ്മൾ ചിലടത്തെ കണ്ടുണ്ടാവും സർപ്പക്കാവ് പോലുള്ള ഒരു കാടൊക്കെ ഉണ്ടായിരുന്നു. ആ കാട് അവർ വെട്ടിത്തെളിച്ച് വളരെ നല്ലൊരു പ്ലോട്ടാക്കി മാറ്റി. അതിനുശേഷമാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അവിടെ അവൻ്റെ റിലേറ്റീവ് അവിടെ എത്തിപ്പെടുകയും അദ്ദേഹം ഈ ഭൂമിയെപ്പറ്റി, അതായത് ഈ പ്ലോട്ടിനെ പറ്റി വളരെയധികം കുഴപ്പങ്ങൾ, അതായത് ഇത് ഒരുപാട് ദോഷങ്ങളുള്ളതാണ്, ഇത് പണ്ട് സർപ്പക്കാവാണെന്നോ ഇതിൽ പണ്ട് പൂജകളും മറ്റും നടത്തി വന്നതാണെന്നും അങ്ങനെ നിരവധി സ്റ്റോറി പറയുകയും ഈ പ്ലോട്ടിൽ വീട് വെക്കുകയോ അങ്ങനെ താമസമായി കഴിഞ്ഞാൽ ഇവിടെ മരണം സംഭവിക്കും, അങ്ങനെ തുടങ്ങി പലവിധ സ്റ്റോറികൾ പറഞ്ഞ് അവരാകെ പാനിക്കായി. അവരങ്ങനെ ഒടുവിൽ ഒരു ലോക്കൽ ജ്യോത്സ്യനെ പോയി കാണുകയും, ഈ ലോക്കൽ ജ്യോത്സ്യനെ തൊട്ടടുത്തുള്ള ജ്യോത്സ്യനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു, ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യണമെന്നും അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞ് നിരവധി സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ അവരെ ഫാമിലി ഡിസിഷൻ എത്തി ഈ പ്ലോട്ട് വിൽക്കുക എന്ന്. സ്റ്റോറി ആ നാട്ടിലെല്ലാം ഇപ്പോൾ പാട്ടായതുകൊണ്ട് തന്നെ അവരുദ്ദേശിച്ച സമയത്ത് അവർക്ക് ഈ പ്ലോട്ട് വിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ വളരെ ധർമ്മസങ്കടത്തിലാവുകയും ഒടുവിൽ ഈ പ്ലോട്ട് കിട്ടിയ വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥ വന്നു. കിട്ടിയ വിലയ്ക്ക് വിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ വന്ന് നോക്കിയെങ്കിലും എവിടെ നിന്നൊക്കെയോ നെഗറ്റീവ് സ്റ്റോറികൾ കേട്ട് അവരെല്ലാം ആ വന്ന വഴി പോയി. അങ്ങനെ ഇതിലൊന്നും അധികം വിശ്വാസമില്ലാത്ത ഒരാൾ വന്ന് ആ പ്ലോട്ട് വാങ്ങിച്ചു. ശേഷം എൻ്റെ ഫ്രണ്ട് ഗൾഫിലൊക്കെ പോയി അദ്ദേഹം തിരിച്ചു വന്ന് ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുകയും അവിടെ ഇറങ്ങി തിരക്കിയപ്പോൾ അവർക്കാർക്കും ഇങ്ങനെ തരത്തിലുള്ള ഒരു കുഴപ്പമുള്ളതായിട്ട് അവനറിയാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് പറ്റിയ അമളിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ കേട്ട് വിശ്വസിച്ച് കിട്ടിയ ഭൂമി, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഭൂമി കിട്ടിയ വിലയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയും, പിന്നീട് അവർക്ക് നല്ലൊരു വീട് വെക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവരുദ്ദേശിച്ചതിലൊന്നും നല്ലൊരു പ്രോപ്പർട്ടി അവർക്ക് കിട്ടിയില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എങ്കിൽ, അതല്ല ഇതൊക്കെ വിശ്വാസം എടുക്കുമെങ്കിൽ, നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആ പ്രോപ്പർട്ടിയെ പറ്റി തിരക്കിയിട്ട് മാത്രം ഇതിലേക്ക് എടുത്തു ചാടുക, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഡീലിങ്ങിലേക്ക് പോവുക. അതല്ല, നിങ്ങളൊരു പ്രോപ്പർട്ടി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നും നമുക്ക് ആവശ്യത്തിനുള്ള വിശ്വാസങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ രണ്ടും നിങ്ങളുടെ ചോയ്സാണ്. അതല്ലാതെ നിങ്ങളൊരു പ്രോപ്പർട്ടിയിൽ എല്ലാ കാര്യങ്ങളും നടത്തിയതിന് ശേഷം ഈ കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് നഷ്ടപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഭാഗമായി കൂട്ടിക്കെട്ടുക എന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ്. സോ നിങ്ങൾ ആരും ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചിട്ട് അവിടെ പല വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നു. ആ പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം വാല്യൂ ഉണ്ട്, നല്ല റോഡൊക്കെ വന്നു. സോ ഇന്ന് അവരത് ഡെവലപ്പ് എടുക്കുകയായിരുന്നെങ്കിൽ അവർക്കും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമായിരുന്നു. അവർ ആ വിശ്വാസത്തിൻ്റെ പുറകെ പോയത് കാരണം അവർക്ക് പല രീതിയിലുള്ള, അതായത് അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വയസ്സായിട്ട് ചിന്തിച്ച് എന്താണോ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ പുറകിൽ പോകണമെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ആ വിശ്വാസം അനുസരിച്ച് ആ പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക. അപ്പം ഇതുപോലുള്ള കുറച്ച് സ്റ്റോറികളുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്കും എൻ്റെ വാട്സപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഞാനത് വീഡിയോ ആയിട്ട് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. സോ ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഞാനിതൊരിക്കലും ഒരു വിശ്വാസത്തെ കുറ്റപ്പെടുത്താനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ വിശ്വാസത്തെ ധ്വംസിക്കാൻ വേണ്ടിയല്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ്. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പൈസയാണ്. സോ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് കടത്തിലേക്കൊക്കെ പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ, സോ ഇതുപോലുള്ള മറ്റ് സ്റ്റോറികളും അല്ലെങ്കിൽ നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ഉടൻ വരുന്നതാണ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.